ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു ഡോണറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ഡോണറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് ഞാൻ പലതരം ഗ്ലേസിങ് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ഗ്ലേസിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്ലേസിങ് കൊടുത്തിട്ടുണ്ട്, മാംഗോ ഗ്ലേസിങ്, അതുപോലെ ഷുഗർ കോട്ടഡ് ഗ്ലേസിങ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. എൻ്റെ ബിൻജാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 17th 20th. അപ്പോൾ ഞങ്ങൾ കേക്കും ഡോണറ്റ്സും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ലോഡ് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അര കപ്പ് ചെറു ചൂടുപാലിലേക്ക് ഒരു 2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയാണ്. റൂം ടെമ്പറേച്ചർ മതിയാകും. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2.5 കപ്പ് ആൾ പർപ്പസ് ഫ്ലോർ നമുക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 120 ഗ്രാം ആണ്, അല്ലെങ്കിൽ 240 മില്ലി. ആ കണക്കനുസരിച്ച് 2.5 കപ്പ് ഫ്ലോർ എടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/8 ടീസ്പൂൺ എന്ന് വെച്ചാൽ വളരെ 2 പിഞ്ചോളം സിനമൺ പൗഡർ ഇട്ട് കൊടുത്ത ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. അതിലേക്ക് മെൽറ്റഡ് ബട്ടർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് മെൽറ്റായ ബട്ടറാണ്, അല്ലാതെ ഞാൻ ചൂടാക്കിയതല്ല. അപ്പോൾ അതും കൂടെ ഒരു 50 ഗ്രാം ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്യും. ബീറ്ററൊന്നും ആവശ്യമില്ല, നമ്മൾ ഫോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ നമ്മുടെ ഫ്ലോറിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നത് ഒരു ക്രീമി ടെക്സ്ചറിലാക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം കൈ കൊണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ അത്രയും ഹാർഡല്ല ഇത്. നമ്മൾ സോഫ്റ്റ് ഡോ ആണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി ലൂസായിട്ടും പോകരുത്, ഒത്തിരി ടൈറ്റായിട്ടും പോകരുത്. പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച മെഷർമെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ട്, പെർഫെക്റ്റ് ആയതുകൊണ്ട് അഡീഷണൽ വെള്ളമോ പൊടികളോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടറോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ കറക്റ്റായിട്ട് ആ മാവ് എനിക്ക് കുഴച്ചെടുക്കാൻ പറ്റി. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ചുറ്റും ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടൊരു മാക്സിമം 4 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കണം. പ്രീ ഹീറ്റഡ് ഓവൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്ലിംഗ് ഫിലിമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നനഞ്ഞ തുണി, നല്ല വൃത്തിയുള്ള തുണി, കോട്ടൺ ടവലിൽ കവർ ചെയ്തിട്ട് വെച്ച് ഒരു 3-4 മണിക്കൂർ വെച്ചേക്കാം. ഇവിടെ ഹോട്ട് ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കും 2 മണിക്കൂർ ആയപ്പോഴത്തേന് ഇതുപോലെ എനിക്ക് ഈ ഡവ് പൊങ്ങി കിട്ടി. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബണ്ണിൻ്റെ ബ്രെഡിൻ്റെ കൂട്ടി ഇനിയും നമുക്കതൊന്ന് കുഴക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇനി ഞാനിതൊരു നൈഫ് യൂസ് ചെയ്തിട്ട് ഒരു 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഞാനിത് കട്ട് ചെയ്യാണ്. ഇതൊരു മീഡിയം സൈസ് ഡോണറ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പിൽ, ഒരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇത് ചുറ്റുമുള്ള സൈഡ്സെല്ലാം ഉള്ളിലോട്ട് ടക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ആക്കിയെടുക്കണം. ഒട്ടും ക്രാക്കൊന്നും വരാതെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് കൈയുടെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഡോണറ്റിൻ്റെ ഒരു വലുപ്പത്തിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ സൈഡുകളും തിരിച്ചിട്ട് അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രീതിയിൽ തിരിച്ച് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയെടുക്കാം. എന്നിട്ടതൊരു പെർഫെക്റ്റ് ബോൾ ഷേപ്പിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഒരു ചപ്പാത്തി പലകയിലോ വല്ലതും ഈ ഡോ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തി ഡോണറ്റ് കട്ടറോ അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജുള്ള ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും.
അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ പിന്നെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ട്, നനഞ്ഞ കോട്ടൺ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് 30 മിനിറ്റ്സ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പൈപ്പിംഗ് ടിപ്പ് കൊണ്ട് ഡോണറ്റിൻ്റെ ഷേപ്പിൽ ആകാൻ വേണ്ടി അകത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ കുക്കി കട്ടർ ആണെങ്കിലും ഡോണറ്റ് കട്ടർ ആണെങ്കിലും പൈപ്പിംഗ് ടിപ്പ് ആണെങ്കിലും എന്താ യൂസ് ചെയ്യുന്നാലും അതൊന്ന് പൊടിയിൽ മുക്കിയിട്ട് വേണം ഓരോ പ്രാവശ്യം നമ്മളിത് ചെയ്യാനായിട്ട്. ഷേപ്പ് ലോസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. ഇതിനുള്ളിലുള്ളതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായെന്നറിയാനായിട്ട് ഞാൻ ചെറിയ ഡോ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉള്ളം കൈ നമുക്ക് ഇതുപോലെ പൊടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഡോണറ്റ് എടുത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഷേപ്പ് ലോസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെയും നമ്മൾ പൊടി ഇങ്ങനെ കയ്യിലാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെറ്റൽ സ്പാച്ചുല വല്ല യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. വൈഡായിട്ടുള്ള മെറ്റൽ സ്പാച്ചുല യൂസ് ചെയ്യാം. ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ഇതൊരു ലോ ടു മീഡിയം ഹീറ്റിൽ മാത്രമേ നിങ്ങൾ സ്റ്റൗ വെക്കാവൂ. അല്ലെങ്കിൽ ഇതിന് പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരുപാട് ഫ്രൈ ആയി ഡാർക്ക് ഷെയ്ഡിലാവാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് 2 സൈഡും ഇതേപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് മാറ്റി ഒരു ടിഷ്യൂ വെച്ചിട്ടുള്ളൊരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റി വെക്കാം, എണ്ണ അബ്സോർബ് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലേസിങ്ങുകൾ നോക്കാം. ഷുഗർ ഗ്ലേസിംഗ് ആണ് ആദ്യം. ഇതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് പൊടിച്ച പഞ്ചസാരയും ബട്ടറും അതുപോലെ തന്നെ ഇച്ചിരി വാനില എസൻസും നല്ല ചൂട് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഷുഗർ ഗ്ലേസിംഗ് റെഡി. ജോഷോ വന്ന് കൈയിടുന്നുണ്ട്. പഞ്ചസാര ഉള്ള എന്ത് കാര്യവും ജോഷോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രം വരുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊരു റാക്കിലോട്ട് വല്ലതും മാറ്റി വെക്കണം. അടുത്ത ചോക്ലേറ്റ് ഗ്ലേസിംഗ് ആണ്. ഇതിനു വേണ്ടി കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. കൊക്കോ പൗഡർ അരിച്ചെടുക്കുക. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ചൂട് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എസൻസ് വേണമെങ്കിൽ ചേർക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൊക്കോ പൗഡറിന് ഒരു കയ്പ്പ് രുചിയാണ്. അതുകൊണ്ട് പഞ്ചസാര അതുപോലെ ഇട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് മധുരം കിട്ടുവാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ഹാഫ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് റാക്കിലോട്ട് മാറ്റാം. ഇതിപ്പോൾ മാംഗോ ഗ്ലേസിങ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. മാംഗോ ഗ്ലേസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചത് എൻ്റെ ഫ്രിഡ്ജിലുള്ളത്. നേരത്തെ ഇത് ഞാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. മാംഗോ ഗ്ലേസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വേറൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അടുത്തതായി ഷുഗർ കോട്ടഡ് ഡോണറ്റ്സ് ആണ്. അത് ജസ്റ്റ് ഷുഗർ അല്ല പൊടിച്ച പഞ്ചസാര, പൗഡർ ഷുഗർ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഷുഗർ ഡോണറ്റ്സ് റെഡി. അതുപോലെ തന്നെ സിനമൺ പൗഡറും പൗഡർ ഷുഗറോട് മിക്സ് ചെയ്തതിനകത്തോട്ട് ഡിപ്പ് ചെയ്താലും മതി. നമുക്ക് ഡോണറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണോട്ട് പ്രസ് ചെയ്താൽ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഈ ഡോണറ്റ്സ് ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നാളത്തേക്കൊന്നും വെച്ചേക്കാനില്ല. അവർ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ തീർക്കും. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഡോണറ്റാണ്. നമ്മൾ സാധാരണ ക്രിസ്പി ക്രീമും അല്ലെങ്കിൽ ഡൻകിൻ ഡോണറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നല്ലോ നേരത്തെ. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഞാൻ തന്നെ ചെയ്യും. വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതുപോലെ തന്നെ സ്പ്രിങ്കിൾസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് ഡോണറ്റ്സിലൊക്കെ നമുക്ക് അങ്ങനെ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം.
ഇതൊക്കെ അതൊക്കെ എല്ലാം ഉണ്ടടാ. എനിക്ക് അറിയത്തില്ല. എല്ലാം അല്ലാണ്ടിരിക്കുന്നത് ഏതെടുക്കണമെന്ന് അറിയാൻ വേണ്ടി.